അസ്സലാമുഅലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ജ്യൂസാണ് റെഡിയാക്കുന്നത്. വളരെ ടേസ്റ്റാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് നാരങ്ങയാണ് മെയിനായിട്ട്. അപ്പോൾ നാരങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുതിനയിലയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് നാരങ്ങ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കുരു കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം അളവ് എന്ന് പറഞ്ഞാൽ ഇതൊരു 3 ഗ്ലാസ് വെള്ളത്തിനുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വേണം, അതിൽ കൂടുതൽ ചേർത്താൽ മതി. പുതിനയിലയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ടാങ്ക് പൊടിയാണ്. അപ്പോൾ ടാങ്ക് പൊടിയും കൂടെ ചേർത്ത് ഈ ജ്യൂസ് റെഡിയാക്കിയെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഏത് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെസിനാഡയോ ഇഷ്ടമുള്ള ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. മാംഗോയോ ഓറഞ്ചോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഞാൻ മിക്സ്ഡ് ആയിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നമുക്ക് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളം ആയതുകൊണ്ട് ഐസ് ക്യൂബ് ചേർക്കുന്നില്ല. അപ്പോൾ തണുത്ത വെള്ളമാണെങ്കിൽ ഐസ് ക്യൂബും കൂടെ ചേർത്തെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ നല്ല തണുപ്പിച്ച വെള്ളം ആയതുകൊണ്ട് ഐസ് ക്യൂബ് ചേർക്കുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ പൊടി കൂടുതൽ ചേർക്കണം. നിങ്ങൾ എത്രയാണോ ജ്യൂസ് റെഡിയാക്കുന്നത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടി കൊടുക്കണം, എങ്കിൽ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് നേരം അരയരുത്. നാരങ്ങ കഴിക്കും നമ്മൾ ഒരുപാട് നേരം ഇട്ട് അടിച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ച് മാറ്റാം. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിപ്പ് വെച്ചിട്ട് ഇത് അരിച്ച് മാറ്റുകയാണ്. അപ്പോൾ അരിച്ച് ഞാൻ മാറ്റുകയാണ്. പിന്നെ നമ്മൾ നാരങ്ങയുടെ തൊലി കളയാതെ അടിക്കുന്നത് കൊണ്ട് തന്നെ അടിച്ച ഉടനെ കുടിക്കണം. ഒരുപാട് സമയം വെച്ചാൽ കൈക്കും. ഒരു 10-15 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കാം. പിന്നെ ഞാൻ ഇപ്പം മധുരം കുറവായിട്ട് തോന്നിയതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ നമ്മൾ ജ്യൂസ് റെഡിയാക്കി എടുത്തെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ വ്ലോഗുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.